ഡ്രീം കേക്ക് കഴിക്കണം എന്നുള്ള ക്രേവിങ്സ് മനുഷ്യന്റെ തലയിലങ്ങ് വീർപ്പിച്ച്. എന്നാ പിന്നെ അടിപൊളി ഡ്രീം കേക്ക് ഉണ്ടാക്കിയിട്ട് തന്നെ വേറെ കാര്യം ഞാനും അങ്ങോട്ട് വിചാരിച്ചു. ആദ്യം തന്നെ സ്പഞ്ച് ഉണ്ടാക്കാനാണ് ഞാൻ പോയത്. നമ്മുടെ ഈ ഡ്രീം കേക്കിന് 5 ലെയർ വേണല്ലോ. അപ്പൊ ആദ്യത്തെ നല്ല കൊക്കോ റിച്ച് ആയിട്ടുള്ള സ്പഞ്ചായിരുന്നു അത്. കുറച്ച് കയ്പും നല്ല മധുരമൊക്കെയുള്ള നല്ല അടിപൊളി സ്പഞ്ച്. അപ്പം ആദ്യത്തെ ലെയർ ചോക്ലേറ്റ് സ്പഞ്ചാണ് കേട്ടോ. ഇനി ഞാൻ സെക്കൻഡ് ലെയർ ആയിട്ട് എടുക്കുന്നത് നല്ല ബട്ടർ ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് ആണ്. ബട്ടറും കൊക്കോ പൗഡറും ചോക്ലേറ്റും ഐസിങ് ഷുഗറൊക്കെ ഇട്ട അടിപൊളി ക്രീമാട്ടോ ഇത്. നമ്മുടെ സെക്കൻഡ് ലെയർ ആണ് ഈ ചോക്ലേറ്റ് ക്രീം. നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ചിനോടൊപ്പം ചോക്ലേറ്റ് ക്രീമും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഫ്രിഡ്ജിലോട്ട് വെച്ചോളൂ. തേർഡ് ലെയർ ആയിട്ട് കുറച്ച് മിൽക്ക് ചോക്ലേറ്റിനോടൊപ്പം കുറച്ച് ഫ്രഷ് ക്രീം മെൽറ്റ് ചെയ്ത് അതും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഫോർത്ത് ലെയർ ആയിട്ട് വൈറ്റ് ചോക്ലേറ്റും ഫ്രഷ് ക്രീമും ആണ് എടുത്തിട്ട് അതും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫിഫ്ത്ത് ലെയർ ആയിട്ട് വെറും മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അതും അപ്ലൈ ചെയ്യണം. എനിക്ക് പിന്നെ ക്ഷമയില്ലല്ലോ. ഫോർത്ത് ലെയർ സെറ്റ് ആവുന്നതിന്റെ മുന്നേ കൊണ്ടുപോയി ഞാൻ പോയി ഫിഫ്ത്ത് ലെയർ ഇട്ട് കൊടുത്തു. അത് സാരില്ല, കുറച്ച് കോക്കോ പൗഡർ ഒക്കെ ഇട്ട് ഞാൻ സെറ്റാക്കി. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ക്ഷമ കാണിക്കണം. ഓരോ ലെയറിനും മിനിമം 10 മിനിറ്റ് വീതം ഫ്രിഡ്ജിലോട്ട് വെക്കണം. അപ്പോൾ റെസിപ്പി ഇഷ്ടമായ ലൈക്കും കമന്റും സബ്സ്ക്രൈബും മറക്കണ്ട.